വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇതുപോലെയുള്ള എക്സാമുകളിൽ PSC ആവർത്തിച്ച് ചോദിച്ചിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. നമുക്ക് കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോകുന്ന സ്ഥിതിക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എക്സൽ എ വാലിഡ് സെൽ അഡ്രസ് ഈസ് ലൈക്ക്. നമ്മൾ എക്സൽ എടുത്താൽ അതിലെ വാലിഡ് സെൽ അഡ്രസ് അത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ സെൽ എടുക്കുമല്ലോ, അല്ലെങ്കിൽ റോസ് ആൻഡ് കോളംസ് ഉണ്ട്. അപ്പോൾ ആ അഡ്രസ്സിനെ നമ്മൾ എങ്ങനെയാണ്, അതിന് എന്ത് പേരിലാണ് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ സെൽ അഡ്രസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒന്ന് നോക്കൂ. എങ്ങനെയാണ്? A10, ഓപ്ഷൻ എ A10, ഓപ്ഷൻ ബി A10A, ഓപ്ഷൻ സി ആൻഡ് എ, ഓപ്ഷൻ ഡി ആൻഡ് A10. കറക്റ്റ് ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ A10 ആണ്. ഓപ്ഷൻ A10 ആണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നോക്കുക, ഇതാ കണ്ടോ, നെയിം ബോക്സിൽ നമ്മളിപ്പോൾ A എന്നുള്ള കോളം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ 10ാമത്തെ റോ ആണ് സെലക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നെയിം ബോക്സിനകത്ത് നമ്മൾ കണ്ടോ സെൽ അഡ്രസ് കാണിക്കുവാണ് A10. സെൽ അഡ്രസ് പറയുന്നത് A10 എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്യൂച്ചേഴ്സ് ഓഫ് MS Excel ക്വിക്ലി കംപ്ലീറ്റ് എ സീരീസ് ഓഫ് ഡേറ്റ. സീരീസ് ഓഫ് ഡേറ്റ നമ്മൾ എക്സലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ക്വിക്ലി പെട്ടെന്ന് തന്നെ ആ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ ഓട്ടോ കംപ്ലീറ്റ്, ഓപ്ഷൻ ബി ഓട്ടോ ഫിൽ, ഓപ്ഷൻ സി ഫിൽ ഹാൻഡിൽ ആൻഡ് ഓപ്ഷൻ ഡി സോർട്ടിംഗ്. ഇതിൽ ഏതാണ് നമ്മൾ ഡേറ്റ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ദ ആൻസർ ഈസ് ഓട്ടോ ഫിൽ. ഓട്ടോ ഫില്ലാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓട്ടോ ഫില്ലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എക്സൽ എടുക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, സീരീസ് ഓഫ് ഡേറ്റ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോ ഫിൽ ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രിഡ് ലൈൻ ക്യാൻ ബി ഡിസ്പ്ലൈഡ് വിത്ത് ദ ഡാഷ് കീ കോമ്പിനേഷൻ ഇൻ പവർ പോയിന്റ്. അല്ലെ, ഷോർട്ട് കട്ട്സ് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അല്ലെ എല്ലാ ഷോർട്ട് കട്ട്സും ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മൾ എടുക്കുന്നു. നമുക്ക് ഇതൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ വരയുണ്ടാവും ഇതായിട്ട്, മീൻസ് ഡോട്ടഡ് ലൈനായിട്ട് ഗ്രിഡ് ലൈൻസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? പവർ പോയിന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഷോർട്ട് കട്ട് കീ? ഓപ്ഷൻ എ ഷിഫ്റ്റ് F9, ഓപ്ഷൻ ബി കൺട്രോൾ F9, ഓപ്ഷൻ സി ഷിഫ്റ്റ് F8 ആൻഡ് ഓപ്ഷൻ ഡി കൺട്രോൾ F9. ഇതിൽ ഏതാണ് ആൻസർ? ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഷിഫ്റ്റ് F9 ആണ്. ഷിഫ്റ്റ് F9 ആണ് നമുക്ക് ഗ്രിഡ് ലൈൻ. പവർ പോയിന്റിൽ നമുക്ക് ഗ്രിഡ് ലൈൻ കാണുന്നതിലേക്കായിട്ട് യൂസ് ചെയ്യുന്ന കീ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഷിഫ്റ്റ് F9 ആണ്. ഷിഫ്റ്റ് F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗ്രിഡ് ലൈൻസ് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ യൂണിക്കോഡ് എൻകോഡിംഗ് ഫോം. യൂണിക്കോഡ് എൻകോഡിംഗ് ഫോം അല്ലാത്തതേത് എന്നാണ്. ഏതാണ്? നമ്മൾ യൂണിക്കോഡ് എന്താണ്? നമുക്ക് ഹ്യൂമൻ ലാംഗ്വേജ് അല്ലേ, നമ്മൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ ABCD 1 2 3 നമ്മൾ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അല്ലേ. അത് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് യൂണിക്കോഡ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് കോഡാണ് അല്ലേ. A എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് കോഡായിട്ട് സിസ്റ്റത്തിലേക്ക് ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് യൂണിക്കോഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പേ ASCII MISCII ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും ഡെവലപ്ഡ് വേർഷനാണ് യൂണിക്കോഡ്. കാരണം യൂണിക്കോഡിനകത്ത് നമ്മുടെ മൊത്തം ലാംഗ്വേജും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിക്കോഡ് എൻകോഡിങ്ങിൽ വരാത്ത ഫോം ഏതെന്നാണ് ചോദിക്കുന്നത്. എൻകോഡിംഗ് ഫോം ഏതെന്ന് ചോദിക്കുന്നത് UTF-8 നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കാരണം ASCII 8 പറയുന്നതാണ്. UTF-16 യൂസ് ചെയ്യുന്നതാണ്. EBCD എന്ന് പറയുന്നത് 32 ആണ്. ദെൻ അപ്പോൾ വിച്ച് വൺ ഈസ് നോട്ട് എന്ന് ചോദിച്ചാൽ ഏതാണ്? UTF-64 യൂണിക്കോഡ് ട്രാൻസ്ഫോർമിംഗ് ഫോർമാറ്റ് 64 നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഉപയോഗിക്കാത്തതാണ്. നമ്മൾ നിലവിൽ ഇതുവരെ 32 വരെയാണ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് EBCD. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ EBCDIC, EBCDക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡിവൈസ് ഇന്റർചേഞ്ച് കോഡ്. നോക്കുക, അവിടെ ഡിവൈസ് ഇന്റർചേഞ്ച് കോഡാണോ? അല്ല. എക്സ്റ്റെൻഡഡ് ബൈനറി കൺട്രോൾ ഡിവൈസ് ഇന്റർചേഞ്ച് കോഡാണോ? നെവർ. ദെൻ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. കറക്റ്റ് ആൻസർ ഏതാണ്? എക്സ്റ്റെൻഡഡ്. ഇതാണ് EBCDക്ക് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. അതാണ് EBCDക്കിൻ്റെ ഫുൾ ഫോം ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ ആണ്.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. FCDക്ക് ഫുൾ ഫോം അറിയാലോ, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ്. ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് മാറിപ്പോകരുത്. ഡിവൈസും ഡെസിമലും ഒന്നും മാറിപ്പോകരുത്. അതുപോലെ കോഡും കോഡഡ് കൺട്രോളും മാറിപ്പോകരുത്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡാണ് FCDക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സൽ ഡിസ്പ്ലേ ദ അഡ്രസ് ഓഫ് എ ആക്റ്റീവ് സെൽ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണല്ലേ, നമ്മുടെ ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ്സ് ഏത് ബാറിലാണ് കാണിക്കുന്നത്. നമ്മൾ എക്സലിലെ ഒരു സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ സ്ക്വയർ ബോക്സിൽ ആക്റ്റീവായിട്ട് നിൽക്കത്തില്ലേ, നല്ല തിക്കൻ ബോർഡറിംഗ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കും. അതിപ്പോൾ A2 എന്ന് പറയുന്ന സെല്ലാണ്. അത് ഏതാണ്? അത് ആക്റ്റീവായി നിൽക്കുമ്പോൾ ഏത് ബാർ അല്ലെങ്കിൽ ഏത് മെനുവിൽ ഏത് ബാറിലാണ് കാണിക്കുന്നത്? ഫോർമുല ബാർ ആണോ, സ്റ്റേറ്റസ് ബാർ ആണോ, ടൈറ്റിൽ ബാർ ആണോ, നെയിം ബോക്സ് ആണോ? ഇതിൽ ഏത് ബോക്സിലാണ് എക്സലിന്റെ നെയിം അല്ലെ സെൽ നെയിം അല്ലെങ്കിൽ സെൽ അഡ്രസ് കാണിക്കുന്നത്? ഏത് ബാറിലാണ് സെൽ അഡ്രസ് കാണിക്കുന്നത്? നെയിം ബോക്സ് ആണല്ലേ. നെയിം ബോക്സിലാണ് നമ്മുടെ സെൽ അഡ്രസ് കാണിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞല്ലേ, ഇതാ കണ്ട, ഇത് ഫോർമുല ബാർ ആണ്, ടൈറ്റിൽ ബാർ ഉണ്ട്. ഇതാ ഇവിടെ ഈ നെയിം ബോക്സ് എന്ന് പറയുന്നത് ഈ പോർഷൻ, എക്സലിന്റെ ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെയിം ബോക്സ് എന്ന് പറയുന്നത്. ഈ നെയിം ബോക്സിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? എക്സലിന്റെ സെൽ അഡ്രസ്. കണ്ട, A10 എന്ന് പറയുന്ന സെല്ലിന്റെ അഡ്രസ് നെയിം ബോക്സിലാണ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വാലിഡ് റേഞ്ച് ഓഫ് സെൽ ഇൻ എക്സൽ ഈസ് ലൈക്ക്. നമ്മൾ ഒരു സെൽ റേഞ്ച് പറയുമ്പോൾ അത് വാലിഡ് സെൽ റേഞ്ച് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ A1 to A10 എന്നുള്ള സെൽ റേഞ്ചാണ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സെൽ റേഞ്ചിന് മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? A1-A10 എന്നാണോ, A1:A10 ആണോ, A1 to A10 ആണോ, A1 A10 ആണോ? ഇതിൽ ഏതാണ് വാലിഡ് സെൽ റേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സിമ്പിൾ? ഏതാണ്? ബി അല്ലേ, ഓപ്ഷൻ ബി. A1 is to A2. ഇതാ കണ്ട, അതിനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് നമ്മൾ. എക്സൽ ഇതൊരു സെൽ റേഞ്ച് ആണ്. D1 മുതൽ D5 വരെയുള്ള ഒരു സെൽ റേഞ്ച് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെൽ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്, D1 മുതൽ D1:D5. അതാണ് സെൽ റേഞ്ച് എന്ന് പറയുന്നത്. D1:D5 ഇതാണ് നമ്മുടെ സെൽ റേഞ്ചിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. എങ്ങനെ? ഈസ് ടു അല്ലെ കോളൻ ഇട്ടിട്ടാണല്ലേ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുക, ഒരു സെൽ റേഞ്ചിനെ മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. D1 is to D5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following views in the best view to use when you need to recognize your slide? നമുക്ക് നമ്മുടെ സ്ലൈഡ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല വ്യൂ ഏതാണ്? നോർമൽ വ്യൂ ആണോ, ഔട്ട്ലൈൻ ആണോ, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണോ, റീഡിംഗ് വ്യൂ ആണോ? നമ്മൾ നാലും നമ്മൾ ഉപയോഗിക്കുന്ന വ്യൂസ് ആണ്. അപ്പം നമ്മൾ സ്ലൈഡ് പവർ പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ സ്ലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏത് വ്യൂസ് ആണ് ഉപയോഗിക്കുന്നത്? നോർമൽ വ്യൂ ആണ്. ദെൻ ഉള്ളത് ഏതാണ്? ഔട്ട്ലൈൻ വ്യൂ ആണ്. നമ്മുടെ ഡിസൈനിങ് ഒന്നും കാണാൻ സാധിക്കില്ല. പിന്നെ സ്ലൈഡ് സോർട്ടറും റീഡിംഗ് വ്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് റീഡിംഗ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർമാറ്റിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഏത് വ്യൂ എടുത്താൽ നമുക്ക് സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമുള്ള സ്ലൈഡ് ഏതാണ്, അതെങ്ങനെ അറേഞ്ച് ചെയ്യണം, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏത് സ്ലൈഡ് എടുക്കണം? ഏത് വ്യൂ എടുക്കണം? സ്ലൈഡ് സ്ലോട്ടർ വ്യൂ എടുത്താലാണ് നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ വിൻഡോയാണ്. നമ്മളൊരു പവർ പോയിന്റ് വിൻഡോ എടുത്തു. സ്ലൈഡ് നോർമൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ആദ്യം കണ്ടതുപോലെ നോർമൽ വ്യൂ ആണ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും റീഡിംഗ് വ്യൂവിൽ. ദെൻ സ്ലൈഡ് സോർട്ടർ വ്യൂ എടുത്തു കഴിഞ്ഞാലോ ഈ ലെവലിൽ നമ്മളെ സ്ലൈഡ് കണ്ട തമ്പനെയിൽസ് ഫോമിൽ കാണാനായിട്ട് സാധിക്കും. 1 2 3 4 5 6 7 8 എന്നുള്ള രീതിയിൽ തമ്പനെയിൽ ഫോമിലാണ് നമുക്ക് ഈ സ്ലൈഡുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സെൽ ഏതാ, സ്ലൈഡ് ഏതാണ് എന്ന് ചോദിക്കണമെങ്കിൽ ഇതാ ഈ സ്ലൈഡ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വൺ സൈഡിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്ലൈഡ് ഇതാണ്. അപ്പോൾ എനിക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, എനിക്കിത് ഇവിടെ അല്ല വേണ്ടത്, എനിക്ക് ഇങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന വ്യൂ ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് വ്യൂ ആണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. പവർ പോയിന്റ്സിൽ സ്ലൈഡ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി പാർട്ട് ഓഫ് ആൻ ഇമെയിൽ അഡ്രസ്? നമ്മൾ സാധാരണ ഇമെയിൽ അഡ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ സിമ്പിൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അണ്ടർസ്കോർ ഉപയോഗിക്കാറുണ്ട്, @ അങ്ങനെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇമെയിലിൻ്റെ പാർട്ട് അല്ലാത്തത് നമ്മളിപ്പോൾ ഇവിടെ സഹകാരി RacePlus.tvm@gmail.com എന്ന് പറയുകയാണ്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സഹകാരി _ എടുക്കുക, അതായത് സഹകാരി _SRP_TVM@gmail.com. ഇങ്ങനെ ആയിരിക്കാം നമ്മളൊരു മെയിൽ അഡ്രസ്സ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്ത് വരാൻ പാടില്ല, നമുക്കിവിടെ എന്താണ് @ വന്നു, ദെൻ _ വന്നു, പീരീഡ് അല്ലേ, ഈ ഡോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് 3 വന്നു. അപ്പം ഇതിനകത്ത് ഏതാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത്, നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന്, അതിൽ ഇമെയിൽ അഡ്രസ്സിൻ്റെ പാർട്ടാവാൻ പാടില്ലാത്തത് ഏതാണ്, സ്പേസ് അല്ലേ. നമ്മൾ @ ഉപയോഗിച്ചു, പീരീഡ് ഉപയോഗിച്ചു, _ ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് ഉപയോഗിക്കാത്തത്, സ്പേസ് ആണ് നമ്മൾ ഉപയോഗിക്കാത്തത്. അപ്പോൾ സ്പേസ് ഏതിലെ ഇമെയിലിൻ്റെ പാർട്ട് അല്ലാത്ത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പേസ് ആണ്. ഓക്കെയാണ്, സ്പേസ് ബാർ അല്ലേ. സ്പേസ് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ഇടുന്ന സമയത്ത് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, URL ഈസ്, എന്താണ് URL നമുക്കറിയാം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. PSCയുടെ മുൻകാലങ്ങളിലെ വളരെ ഫേവറേറ്റ് ആയിട്ട് അബ്രിവേഷൻസിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതെന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണോ, ദ അഡ്രസ് ഓഫ് എ പേജ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്, വെബ് പേജിൽ ഒരു അഡ്രസ് ആണോ, ദെൻ അൺലിമിറ്റഡ് റിസോഴ്സസ് ഓഫ് ലേണിംഗ് ആണോ, നമുക്ക് റിസോഴ്സ് ലേൺ ചെയ്യുന്ന സാധനമാണോ URL, ദെൻ ഹാർഡ്വെയറിൻ്റെ ഭാഗമാണോ, സോഫ്റ്റ്വെയർ ആണോ, ഹാർഡ്വെയർ ആണോ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൻ്റെ ഭാഗമാണോ എന്നാണ്. നമ്മൾ എന്തിനാണ് URL യൂസ് ചെയ്യുന്നത്, കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ അല്ലേ. നമ്മുടെ ഒരു യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണല്ലേ, നമ്മുടെ റിസോഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു പിക്ചർ വേണം, നമുക്കിപ്പം എന്താണ് അറ്റ്ലസ് ആണ് വേണ്ടത്. അപ്പോൾ എന്താ നമ്മൾ അറ്റ്ലസ് അവിടെ നമ്മുടെ റിസോഴ്സ് ആണ്, അത് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്, URL ആണല്ലേ. അത് ഏതിലാണ്, ദ അഡ്രസ് ഓഫ് എ വെബ് പേജ്, address of a page on the world wide web. The answer is the address of a page on a world wide web ആണ് URL എന്ന് പറയുന്നത്. ഓക്കെ ആണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ എ പവർ പോയിന്റ് പ്രസന്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം തന്നെയാണ് ഈ ഷോർട്ട് കട്ട് കീസ് ചോദിക്കുക അല്ലേ. എളുപ്പത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്ട് തന്നെ ഷോർട്ട് കട്ട്സ് നോക്കൂലേ, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കത്തില്ലേ, വല്ല ഷോർട്ട് കട്ട്സ് കൊണ്ടുപോയി നമ്മൾ പെട്ടെന്ന് നമ്മുടെ എന്തിനനുസരിച്ച് പോലെ ഒരു ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ ഇത് ചെയ്താൽ നമുക്ക് കയറാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, നമ്മുടെ തലയിൽ കയറിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഷോർട്ട് കട്ട്സ് നമ്മൾ ചിന്തിക്കുന്നതല്ലേ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഷോർട്ട് കട്ട് കീസ്. അപ്പോൾ ഷോർട്ട് കട്ട് കീസ് നമ്മളൊരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസന്റേഷനിൽ പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണം, അതിലേക്ക് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് ചോദ്യം. ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്, Ctrl+M. Ctrl+M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റേഷൻ പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കീ യൂസ് ചെയ്യണം, Ctrl+M എന്നുള്ള കീ നമ്മൾ യൂസ് ചെയ്യണം. Ctrl+N. ദെൻ Ctrl+N ആണെങ്കിലോ നമ്മൾ N പ്രസ് ചെയ്ത് എന്ത് ചെയ്യും, ന്യൂ പ്രസന്റേഷൻ ആവും അല്ലേ. പുതിയൊരു പ്രസന്റേഷൻ ആണ് നമ്മൾ എന്ത് Ctrl+New, അതാണ് ന്യൂ പ്രസന്റേഷൻ വരാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത്, Ctrl+N യൂസ് ചെയ്യുന്നത്. ദെൻ Ctrl+K ആണെങ്കിലോ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനല്ലേ, ഹൈപ്പർ ലിങ്ക്. ദെൻ Ctrl+O ആണെങ്കിലോ, ഏത് Ctrl+O ആണെങ്കിലോ അത് ഓപ്പൺ ആണ്, ഓപ്പൺ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യാനാണ് Ctrl+O യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെനു അലോ അസ് ടു ചേഞ്ച് ദ സ്ലൈഡ് സൈസ് ഇൻ പവർ പോയിന്റ്. പവർ പോയിന്റിൽ നമുക്ക് സ്ലൈഡ് സൈസ് ചേഞ്ച് ചെയ്യണം, അതിന് നമ്മൾ ഏത് മെനു ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഹോമിലല്ലേ, കട്ട് കോപ്പി പേസ്റ്റ്, ഇൻക്രീസ് ഡിക്രീസ് സൈസ് ഇൻക്രീസ് ഒക്കെ നമ്മൾ ഏതിലാണ് ചെയ്യുന്നത്, അതൊക്കെ എന്താ ഫോണ്ട് എഫക്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെയാണ്, ഹോമിലാണ്. എഡിറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുമോ, പിന്നെ സ്ലൈഡിൻ്റെ സൈസ് മൊത്തത്തിലുള്ള ആവറേജ് സൈസാണ് നമുക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ഡിസൈൻ ആണ് അല്ലേ. ഡിസൈൻ ടാബാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, സ്ലൈഡിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, ഡിസൈൻ ടാബാണ്. ഡിസൈൻ ടാബ് കണ്ടോ, ഇതിപ്പോൾ പവർ പോയിന്റ് വിൻഡോ എടുക്കുകയാണ് നമ്മൾ, പവർ പോയിന്റ് ഫുൾ വിൻഡോ നമ്മൾ കാണുന്നു. ഇതെന്താ, നമ്മളിവിടെ പോയി ഇതാ ഡിസൈൻ ടാബിലേക്ക് നമ്മൾ വന്നു, നമ്മളിത് ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ ദെൻ ഇങ്ങനെ എൻ്റെ വരുമ്പോൾ നമുക്ക് കാണാം അല്ലേ, സ്ലൈഡ് സൈസ് എന്ന് പറയുന്ന പോർഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്ലൈഡ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ലൈഡ് സൈസിൽ കണ്ടോ, സ്റ്റാൻഡേർഡ് 4:3, ദെൻ വൈഡ് സ്ക്രീൻ ആണെങ്കിൽ 16:9. പിന്നെ നമുക്ക് കസ്റ്റമൈസ് സ്ലൈഡ് സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ സ്റ്റാൻഡേർഡ് സ്ലൈഡ് സൈസിൽ നിന്നും നമുക്ക് മാറ്റി വേണം നമ്മുടെ സ്ലൈഡുകളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡിസൈൻ ടാബിൽ സ്ലൈഡ് സൈസ്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് MP. നമ്മൾ യൂഷ്വൽ ഫോണുമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ MP എന്താണെന്ന്. MP എന്ന് പറഞ്ഞാൽ
മെഗാബൈറ്റ് ആണ്. മെഗാബൈറ്റ് നമ്മൾ പഠിക്കുമല്ലേ, KB, MB, GB, TB ഇങ്ങനെ നിരത്തി പഠിച്ചു പോകുമല്ലേ അല്ലേ. അതിൻ്റെ ഫുൾ ഫോം എന്താ? മെഗാബൈറ്റ് ആണ്. മെഗാബൈറ്റ്, MB മീൻസ് മെഗാബൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റിംഗ് ആൻഡ് കമ്പയറിംഗ്? നമ്മൾ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഒക്കെ നടക്കുന്നത് ഏത് പാർട്ടിലാണ്? ഇത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ പാർട്ട് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് പാർട്ടിലാണ്? ALU എന്താ? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അത് എന്തുകൊണ്ടാണ് ഫുൾ ഫോം തരാത്തത്? ആ ALU എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ഷോർട്ട് കട്ടായിട്ട് തരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. CU കൺട്രോൾ യൂണിറ്റ്, ദെൻ മെമ്മറി യൂണിറ്റ്, റാം എന്താ? മെമ്മറിയാണ് അല്ലേ, പ്രൈമറി മെമ്മറിയാണ്. മെമ്മറി യൂണിറ്റ് മൊത്തത്തിൽ വരുന്നതാണ്. ദെൻ കൺട്രോൾ യൂണിറ്റ് ALU. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസും കമ്പയറിംഗ് ഒക്കെ നടക്കുന്നത് ഏതിലാണ്? CPU-ലാണ് അല്ലേ. CPU ഏത് ഭാഗത്താണ്? ALU-ലാണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ് കൺട്രോളിങ് മീൻസ് കാൽക്കുലേറ്റിംഗ് ആൻഡ് കമ്പയറിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദ എഫക്റ്റ് അപ്ലൈഡ് ടു ഡിസ്പ്ലേ വെൻ സ്ലൈഡ്സ് ചേഞ്ച് ഇൻ സ്ലൈഡ് ഷോ വ്യൂ ഈസ്. അതായത് നമ്മൾ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത്, സ്ലൈഡ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് എഫക്ട്സ് സ്ലൈഡ് ഷോ എന്താണ്? ദ എഫക്ട്സ് അപ്ലൈ ടു ഡിസ്പ്ലേ വെൻ സ്ലൈഡ് ചേഞ്ചസ് ഇൻ സ്ലൈഡ് ഷോ. നമ്മളൊരു സ്ലൈഡ് ഷോ മീൻസ് ഒരു പ്രസന്റേഷൻ നടത്തുകയാണ്. ഒരു സ്ലൈഡ് പ്രസന്റ് ആയി. ഇപ്പോൾ ഈ സ്ലൈഡ് കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇത് പ്രീവിയസ് ഇയർ സ്ലൈഡാണ്. ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് അടുത്ത സ്ലൈഡിലേക്ക് വന്നു. ഈ സ്ലൈഡിലേക്ക് വരുന്ന വ്യൂവിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതായത് സ്ലൈഡ് ട്രാൻസിഷൻ, സ്ലൈഡ് ആനിമേഷൻ, കസ്റ്റം ട്രാൻസിഷൻ. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മാറുകയാണ്. അപ്പോൾ അതെന്താണ്? ട്രാൻസിഷൻ. കാരണം നമ്മൾ ട്രാൻസിറ്റ് ചെയ്യല്ലേ, ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലെത്തി. അപ്പോൾ ട്രാൻസിറ്റ് ആണ്. അപ്പോൾ സ്ലൈഡ് ട്രാൻസിഷൻ എഫക്ട്സ് ആണ് കേട്ടോ സ്ലൈഡ് ട്രാൻസിഷൻ. സ്ലൈഡ് ആനിമേഷൻ ആണെങ്കിലോ നമ്മൾ ആ പർട്ടിക്കുലർ സ്ലൈഡിൽ കൊടുക്കുന്ന ആനിമേഷൻ എഫക്റ്റ് ആണ് അല്ലേ. കസ്റ്റം ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് അപ്പിയർ ചെയ്യുമ്പോൾ വരുന്ന വ്യൂവിനെ നമ്മൾ എന്താ പറയുന്നത്? സ്ലൈഡ് ട്രാൻസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ? ഒരു സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കീ ആണ് ഉപയോഗിക്കുന്നത്? ഏത് കീ ആണ് നമ്മൾ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? F5 എന്നുള്ള കീ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ കറണ്ട് സ്ലൈഡിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്തു? നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യുകയാണ്. നമ്മളൊരു 10ാമത്തെ സ്ലൈഡിലെത്തി. ആ സ്ലൈഡിൽ നിന്നുകൊണ്ട് ആ സ്ലൈഡ് മുതൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യണം എങ്കിൽ ഏത് നമ്മൾ ഉപയോഗിക്കും? ഏത് ഷോർട്ട് കട്ട് ഉപയോഗിക്കും? Shift+F5 നമ്മൾ ഉപയോഗിക്കും. Shift+F5 ആണ് കറണ്ട് സ്ലൈഡിൽ നിന്ന് ഉപയോഗിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂസ്ഡ് ടു സ്റ്റാർട്ട് ആണ് അല്ലേ. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ? ഏത് ഫംഗ്ഷൻ കീ ആണ് നമ്മൾ ഉപയോഗിക്കണം ചോദിച്ചാൽ അത് F5 ആണ്. എന്നാൽ കറണ്ട് സ്ലൈഡ് ചോദിച്ചാൽ നമ്മൾ അത് ഏതിലോട്ട് മാറും? ഷിഫ്റ്റ് മാറും അല്ലേ. ഷിഫ്റ്റിലേക്ക് Shift+F5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവും? കറണ്ട് സ്ലൈഡിൽ നിന്ന് നമുക്ക് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Next question, dash refers to text that are positioned slightly higher than the text on the line. അതായത് നമ്മളെ നിലവിൽ നിൽക്കുന്ന ടെക്സ്റ്റിൽ നിന്നും സ്ലൈറ്റ്ലി ഹയർ ആണിത്. സ്ലൈറ്റ്ലി ഹയർ മുകളിലോട്ട് അല്ലേ, റൈസ്ഡ് എന്നാണ് അതിനെ പറയുന്നത്. സ്ലൈറ്റ്ലി ഹയർ റൈസ്ഡ് എന്ന് പറയുന്നത്. ദെൻ ദ ടെക്സ്റ്റ് ഓൺ ദ ലൈൻ, അതിനെ നമ്മൾ എന്ത് പറയും എന്നാണല്ലേ. നമ്മളിപ്പോൾ 2:2 എന്ന് എഴുതുകയാണ്. അപ്പോൾ അതിന് എന്താ പറയുക എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ A സബ്സ്ക്രിപ്റ്റ്, ഓപ്ഷൻ B സൂപ്പർസ്ക്രിപ്റ്റ്, ഓപ്ഷൻ C സുപ്പീരിയർ സ്ക്രിപ്റ്റ്, ഓപ്ഷൻ D എക്സ്റ്റെൻഡഡ് സ്ക്രിപ്റ്റ്. ഇതിൽ എന്തെന്നാണ് പറയുന്നത്? ഓപ്ഷൻ B സൂപ്പർസ്ക്രിപ്റ്റ് അല്ലേ. അതെങ്ങനെയാ? ഇതാണ് സൂപ്പർസ്ക്രിപ്റ്റ്. നമ്മൾ എന്ത് ചെയ്തു? നോർമൽ ലൈനിൽ നിന്നും റൈസ്ഡ് ആയിട്ട് മുകളിലോട്ട് കയറ്റി എഴുതിയാൽ അതെന്താണ്? സൂപ്പർസ്ക്രിപ്റ്റ്. ഇപ്പം ലോവേഡ് ചെയ്ത് എഴുതിയാലോ? നോർമൽ ലൈനിൽ നിന്ന് ലോവേഡ് ചെയ്ത് എഴുതുന്നതിനപ്പം നമ്മൾ എന്ത് പറയും? ഇതിനെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും അല്ലേ. സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. അപ്പം ഡാഷ്, ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡാഷ് റെഫേഴ്സ് ടു ദ ടെക്സ്റ്റ് ദാറ്റ് ആർ പൊസിഷൻ സ്ലൈറ്റ്ലി ഹയർ ആകുമ്പോൾ മേലോട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർ. നമ്മൾ ചിന്തിക്കില്ലേ മുകളിലോട്ടല്ലേ നമ്മളെക്കാൾ വലുത് സൂപ്പർ എന്ന് പറയുന്നത്. മേലേക്കാവുമ്പോൾ അതെന്തായി? സൂപ്പർസ്ക്രിപ്റ്റ് ആയി. അപ്പോൾ ലോവേഡ് ആയാലോ? താഴേക്കാവുമ്പോൾ അതെന്തായി? സബ്സ്ക്രിപ്റ്റ് ആയി. സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ഓക്കെയാണ്.
നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഓപ്ഷൻ തന്നെ തന്നിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ എന്ത് ചെയ്യും, സുപ്പീരിയർ സ്ക്രിപ്റ്റിലോട്ടൊക്കെ പോകും അല്ലേ. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യുക, സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, മാറിപ്പോവരുത്. നമുക്ക് ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. സ്ലൈറ്റ്ലി ഹയർ ചെയ്യുന്നതുകൊണ്ട് അതെന്തായിട്ട് വരും, സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരും. ദെൻ ലോ വേർഡ് ആണെങ്കിൽ സബ്സ്ക്രിപ്റ്റ്, സബ് താഴെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഇൻ MS Excel? MS Excelൽ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്താലാണ് നമുക്ക് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കിട്ടുന്നത്? ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഡേറ്റും ടൈമും വേണം. രണ്ടും കൂടെ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണമെന്നാണ്. ടുഡേ ആണോ, ടൈം ആണോ, നൗ ആണോ, ഡേറ്റ് ആണോ, ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് നൗ ആണ് അല്ലേ. നൗ, ഇപ്പോൾ, കറണ്ട് സമയം കൂടെ വേണം. ഈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നൗ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡേറ്റും ടൈമും കിട്ടും. ഡേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടുഡേ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് സമയം കൂടെ ചോദിച്ചിട്ടുള്ള നമുക്ക് അത് എന്ത് വേണം, നൗ എന്നുള്ള ഫംഗ്ഷൻ കൊടുത്താലേ ഡേറ്റും ടൈമും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇന്നത്തെ സെക്ഷൻ നമ്മൾ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ.